മാരാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ അതിൽ ഭയങ്കര സീരിയസ് ആയിട്ടൊരു അലിഗേഷൻ ആണ് സത്യം പറഞ്ഞ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എൻ്റെ മോൾ ഷൈനാണ്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സംഭവം മാത്രമാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ഷോ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഭയങ്കരമായിട്ട് ഏഷ്യാനെറ്റുമായിട്ടുള്ള ഒരു ബന്ധം കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. കാര്യം എൻ്റെ മോൾ ഷൈനാണ് ഇതിന്റെ മെയിൻ സംഭവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിവേ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു കണ്ടസ്റ്റന്റ് അതിനകത്തുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫേവറേറ്റ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ കണ്ടസ്റ്റന്റ് ചിലപ്പം വോട്ട് കുറവിൽ ഈ വീക്കിൽ പുറത്തു പോവുമെങ്കിൽ ആ വീക്കിൽ എവിക്ഷൻ അവർക്ക് മാറ്റി വയ്ക്കാം എന്നുള്ള ഒരു സംഭവം സത്യമാണ്. പക്ഷേ വോട്ടിങ്ങിനകത്ത് ഒരിക്കലും കള്ളത്തരം കാണിക്കാനോ എടുക്കാനോ ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നമ്മൾ ആരും കേട്ടിട്ടുമില്ല. കാര്യം വ്യക്തമായിട്ടുള്ള ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് വോട്ടിങ്ങിന്റെ കാര്യത്തിൽ. അപ്പൊ മാരാർ ഇന്നലെ പറഞ്ഞേക്കുന്ന വേറെ കുറെ ഭയങ്കര സീരിയസ് അലിഗേഷൻ ആണ്. പ്രത്യേകിച്ച് കുറെ കണ്ടസ്റ്റൻസിനെയൊക്കെ അതിനകത്ത് കയറ്റാമെന്ന് പറയുകയും പിന്നെ അതേപോലെ തന്നെ കൂടെ കിടക്കാനായിട്ട് വിളിച്ചുവെന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് മാരാർ പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇത് ഏറ്റുപിടിക്കുകയും ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള ഒരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയണത് ജാസ്മിന്റെ പേരായിരുന്നു. കാര്യം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പം തന്നെ ഈ ജാസ്മിനെ പറ്റിയിട്ടും ഇതുപോലെ തന്നെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലാണ് എല്ലാ കമന്റ്സുകളും വരുന്നത്. ഞാൻ അതിനകത്ത് കമന്റ്സുകൾ വയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാരെ ഒരിക്കലും നമുക്ക് ഒന്നും പറയാനും പറ്റത്തില്ല. അവരെ സംബന്ധിച്ച് ഈ ഒരു ഷോയുടെ ഏറ്റവും ഭയങ്കര റേറ്റിംഗിൽ കൊണ്ടുപോകുന്നത് ഈ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അപ്പൊ നിലവിൽ അവരെ മാത്രം ഫേവർ ചെയ്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടന്റെ എപ്പിസോഡിനകത്തൊക്കെ ലാലേട്ടൻ ഭയങ്കര എന്താ പറയണ്ട ഭയങ്കരമായിട്ടൊന്നും ചൂടാവാതെ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളൊന്നും എടുത്ത് ചോദിക്കാതൊക്കെയാണ് ഈ ജാസ്മിന്റെ വിഷയത്തിൽ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നും ജാസ്മിനെയൊക്കെ ഒന്ന് നൈസായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉടായ്പകളുണ്ട്. അപ്പൊ ഷോ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാരാർ പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളിലും സീസൺ 5 സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ്. ഒരു സീസൺ 5 ഇതുപോലെ കുറേ അലിഗേഷൻസ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. കാര്യം അത് പുറത്ത് പബ്ലിക്കിൽ അധികം വന്നിട്ടില്ലെന്നേ ഉള്ളൂ. സീസൺ 5 സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മാരാർ പറഞ്ഞ അവസാനം ഗ്രാൻഡ് ഫിനാലയുടെ കാര്യങ്ങൾ വരുമ്പം വോട്ടടിച്ച് വോട്ട് കയറ്റാൻ നോക്കിയതും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞേക്കുന്നത് ഈ പെണ്ണ് വിഷയം കാര്യങ്ങളൊക്കെ അത് ആരാന്നോ ആൾക്കാരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മാരാർ അത് പറയുമ്പം വ്യക്തമായിട്ട് ആൾക്കാരുടെ പേരും കാര്യങ്ങളും പറയാനായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ കയറിയ സകല ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. അത് എന്തായി കഴിഞ്ഞാലും അങ്ങനെ ഒരു കാര്യം പറയുമ്പം ഇത്ര സീരിയസ് അലിഗേഷൻ പറയുമ്പം തീർച്ചയായിട്ടും മാരാർ ഈ ഒരു കാര്യം എടുത്ത് വെച്ച് പറയണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇതിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഒന്നും അറിയാത്ത ആൾക്കാരുടെയും കൂടെ പേര് അതിനകത്ത് മോശമായിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. അതാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. എന്തായാലും മാരാർ പറഞ്ഞ സംഭവങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കിട്ടും എന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്. അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്. അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാറുത്തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോടൊരു നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അപ്പം ഇതിൽ മാരാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്തോ കണ്ടസ്റ്റൻസിന്റെ പൈസയുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഞാനിപ്പോ ഷോയ്ക്കകത്തോട്ട് കയറുവാണെങ്കിൽ എനിക്ക് ഏകദേശം പെർ ഡേ ഒരു 20,000 രൂപ വെച്ചിട്ട് അവർ തരാമെന്ന് വെച്ചോ. പക്ഷെ ഈ പറയുന്ന ഞാൻ അതിനകത്ത് കയറണമെങ്കിൽ ഈ കിട്ടുന്ന പൈസയുടെ പകുതി ഈ പറയുന്ന അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുക. എങ്കിൽ മാത്രമേ എന്നെ ഈ ഒരു ഷോയ്ക്കകത്തോട്ട് അവർക്ക് സജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്നെ ആ ഒരു ഷോയ്ക്കകത്തോട്ട് അവർക്ക് കയറ്റാനും പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യമാണ് മാരാർ ഉദ്ദേശിച്ചത്. ഞാനതൊരു എക്സാമ്പിൾ ആയിട്ടാണ് അത് പറഞ്ഞത്. അപ്പം ഈ വിഷയത്തിൽ എനിക്കും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അത്യാവശ്യം ഈ ഒരു കാര്യത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കോൺടാക്ട് ഉണ്ടായതുകൊണ്ട് ഞാനും ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഈ പറയുന്നത് സീസൺ 5 ഒരു കണ്ടസ്റ്റന്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആ കണ്ടസ്റ്റന്റ് ഇതേപോലെ പൈസ ഇങ്ങനെ അവർക്ക് ഭയങ്കര പൈസ ഇങ്ങനെ 10-30,000 രൂപ പെർ ഡേ എങ്ങാണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആ കാശ് വേണ്ടെന്ന് പറയുന്നു. അവരതിന് പകരം ഷോയ്ക്ക് നിന്നാൽ മതി എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഞാൻ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ന്യൂസ് സത്യമാണോ ഇല്ലയോ എന്ന് ആർക്കും അറിയാതെ അത് വലിയൊരു ഭയങ്കര ഒരു കോൺട്രവേഴ്സി എന്നുള്ള രീതിയിലോട്ട് പോയില്ല.
അപ്പം അതാണ് മാരാർ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം. ഇനി പറയാൻ പോണത് സിബിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് മാരാർ എടുത്ത് പറയാൻ പോണത്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഈ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്. ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരിത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? അത് അറ്റവും മൂലം തൊടാതെ അങ്ങും ഇങ്ങും തൊടാതെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല. അപ്പൊ അർജുനൊക്കെ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയെന്നാ പറയുന്നത്. അർജുനെ അറിയായിരിക്കും, ഷോ ഡയറക്ടറാണ്. അപ്പം സീസൺ 5 ഡയറക്ടർ അർജുനായിരുന്നു. അപ്പൊ എന്തായാലും അർജുനൊക്കെ ഇറങ്ങി പോകണമെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായിരിക്കും. ഇതിനകത്ത് കുറെ ആൾക്കാർ പിന്നെ ആഫീസിനെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ആഫീസ് സാറ്റർഡേ സൺഡേ എപ്പിസോഡ് മാത്രം ഡയറക്ടറാണ്, അല്ലാതെ ഷോ ഡയറക്ടറാണെന്ന് എന്റെ അറിവിലില്ല. പക്ഷെ അർജുനൊക്കെ ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോഴത്തേക്ക് അതിനെന്തോ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് വിഷയമുണ്ട്. പിന്നെ സിബിന്റെ കേസ്, സിബിന് ഈ ബൈപ്പോളാർ എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെയും പിന്നെ ഈ ഡിപ്രഷന്റെ ഒക്കെ മെഡിസിൻ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം പറയുന്നത് കേട്ട്. സിബിനെ പറ്റിയിട്ട് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ സിബിന് ഓൾറെഡി എന്തോ ഒരു ട്രോമ ഉണ്ടായിരുന്നെന്നും സിബിന്റെ എന്തോ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആണെന്നാണ് പറയണത്. അപ്പൊ അതിന്റെ പേരിൽ ഓൾറെഡി സിബിൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കുറെ ആൾക്കാർ കമന്റിൽ എഴുതുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നേ എന്നാണ് മെയിൻ ആയിട്ട് എല്ലാവരും പറയണത്. പക്ഷെ എനിക്ക് ഇതിനകത്ത് വളരെ ക്ലാരിറ്റി ഇല്ല. ഈ ഒരു രീതിയിലാണ് സിബിനെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിൽ വെറും നാറിയ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സിബിനെ ഈ ഒരു പേരിലൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കുക എന്ന് പറയുന്നത്. പിന്നെ സിബിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇതിനകത്ത് സിബിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്, അത് നിങ്ങൾ ആരും കാണാതെ പോകരുത്. ആ ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം പിടിച്ചു നിൽക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ അവിടെ ചെന്ന് എനിക്ക് വീട്ടിൽ പോകണം, എന്നെ തുറന്നു വിടുന്നു പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന്മാരെ നിരന്തരമായിട്ട് ഇട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ നീ ഇറങ്ങി പോടാ എന്നുള്ള രീതിയിലേ കാണിക്കത്തുള്ളൂ. അവന്മാർക്ക് ഇപ്പം നിങ്ങൾ ആരും അവിടെ വന്ന് നിന്നെങ്കിൽ ഒന്നുമില്ല, പോയെങ്കിലും ഒന്നുമില്ല. അപ്പൊ ആ ഒരു രീതിയിൽ അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് പെരുമാറുന്നതായിരിക്കും ഇത്തിരിയും കൂടെ നല്ലത്. അല്ലാതെ നമ്മൾ എന്ത് പറയേണ്ടത്, എല്ലാം നമ്മൾ ആ ഷോയെ മാത്രം കുറ്റം പറഞ്ഞ് ആ ഷോ ഇങ്ങനെ ചെയ്ത് മറ്റേ ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ഇതിനകത്ത് സിബിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. സിബിൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനെന്ന് പറയുന്ന ഒരു മണ്ടത്തരമാണ് സിബിൻ പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ സിബിന് ഇപ്പൊ ഏത് ലെവലായനെ 100% സിബിന് കപ്പടിച്ചുകൊണ്ട് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അവൻ വന്നിരുന്നിട്ട് എനിക്ക് പോകണം, എന്നെ ആലട്ടം ചീത്ത പറഞ്ഞു, എനിക്ക് മാനസികമായിട്ട് തളർന്നു, അങ്ങനെയുള്ള ഒരു ഷോയിൽ പോകരുത്. അത്രേ ഉള്ളൂ കാര്യം. സിബിന് ഒരു റീസൺ ഇല്ലാത്ത രീതിയിലാണ്. കാര്യം സിബിനെ ആ അത്രയും ചീത്ത പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ലാലട്ട് ഇത് എന്തിനാണെന്ന് അറിയത്തില്ല. ഇത്രയും സിബിനെ കിടന്ന് ആ ഒരു ജസ്റ്റർ കാണിച്ചതിന്റെ പേരിൽ വരാതോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എത്രയോ പേര് കാണിക്കുന്നു, ഈ ശോഭ കാണിച്ചിട്ടില്ലേ അഖിൽമാരാവിന്റെ അടുത്ത്. അതൊന്നും ആരും അത്രയും വലിയൊരു സംഭവമായിട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിവേ അത് വളരെ മോശമായി പോയി. അപ്പൊ സിബിന് അതിന്റെ പേരിൽ മെന്റലി ഡൗൺ ആയതിന്റെ പേരിൽ പിന്നെ അതിനകത്ത് നടന്ന കാര്യങ്ങൾ സിബിനും അവർക്ക് മാത്രമേ അറിയാവൂ. അത് സിബിനായിട്ട് തന്നെ വന്ന് പറയുന്നതായിരിക്കും നല്ലത്. സിബിന് ഇതേണക്ക് മെഡിസിനൊക്കെ കൊടുത്തിട്ട് പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിബിനെങ്കിൽ പിന്നെ കേസും കാര്യങ്ങളായിട്ട് സിബിന് പോകാൻ പറ്റും. ഒരു കോൺട്രാക്ട് ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ പൊത്തി ഇരിക്കണമെന്നുള്ള ഒരു കാര്യമില്ല. ആ കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയൊന്നും അല്ലല്ലോ, അവർക്ക് കേസിന് പോകാമല്ലോ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ സിബിൻ പോകണം. സിബിൻ അതിന്റെ തെളിവും അതിന്റെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് തന്നെ സിബിൻ അതിന് റിയാക്ട് ചെയ്യുകയും ചെയ്യണം. സിബിൻ അത് കേസുമായിട്ട് പോവുകയും ചെയ്യണം. അതാണ് ഇതിനകത്ത് ശരിക്കും ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് മുന്നേ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്നത്. അപ്പൊ രഞ്ജിനി ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സിബിൻ ഈ പുറത്തായതിനെ പറ്റിയിട്ട് സിബിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും രഞ്ജിനി പറഞ്ഞ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. See, Gabri is a very smart gamer. Jasmine is also very smart. അപ്പം അവർ ഈ പ്രണയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിം. അത് റിയൽ ആണോ അല്ലയോ എന്ന് പറയാൻ എന്റെ സീസണിൽ ഞാൻ പറഞ്ഞില്ലേ പേർലിയും ഷീനിഷും അവർ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ അവർ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അല്ലേ. ആവാതിരിക്കാം. പക്ഷെ ഇവര് അവര് പക്ഷെ ഓൾറെഡി പറയുന്നുണ്ട് പുറത്ത് എനിക്ക് കെട്ടാൻ പറ്റൂല എന്ന് അല്ലെ. രണ്ടും 2 കൾച്ചറിൽ നിന്നാണ്. അത് അവർ തന്നെ ക്ലിയർ ആയി പറയുന്നുണ്ട്. പിന്നെ അതിന്റെ പുറകെ പോകുന്ന നമ്മളല്ലേ മണ്ടന്മാർ അല്ലേ. രഞ്ജിനിനകത്ത് ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യം പറഞ്ഞതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, പേളിയും ശ്രീനിവാസുമായിട്ടൊന്നും ഒരു കാരണവശാലും ഈ ജബ്രി കോംബെ കമ്പയർ ചെയ്യരുത്. കാര്യം അവരുടെ ഫാൻസ് കേട്ടാൽ തന്നെ അവർ വന്നിരുന്ന് അവർക്ക് ഭ്രാന്താവും.
ഒന്ന് ആലോചിച്ച് നോക്കണേ. കാര്യം പേളി സീനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ സാധനമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് എന്തോ പറയണ്ടേ, വെറും കോമാളിതരാണ് അതിനകത്തോടൊന്ന് കാണിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും പേളി ശ്രീനീഷിന്റെ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്തോട്ട് എടുത്തിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്നേഹം ശരിയായിരിക്കും. ഇപ്പോൾ ഈ ആ ഒരു ഷോ കാണുമ്പോൾ സീസൺ 1 കണ്ട സമയത്ത് എല്ലാവരും വിചാരിച്ചാണ് ഇത് ഭയങ്കര ഡ്രാമയാണെന്ന് വിചാരിച്ചപ്പം അവരത് പ്രൂവ് ചെയ്ത് കൊടുത്തു. റിയൽ ലൈഫിൽ അവർ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അവർ കല്യാണം കഴിച്ചപ്പോൾ 2 പിള്ളേരുമായി അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ വഞ്ചിച്ച് അവിടെ ചെന്ന് നാട്ടുകാരെ മൊത്തം വഞ്ചിച്ച് ഇപ്പൊ അവസാനം ഗബ്രിയെയും കൂടെ ഇട്ട് മാക്സിമം മൂഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ജാസ്മിന്റെ കേസ് ഈ ഒരു വിഷയത്തിൽ. ഇനി ഗബ്രി ഇന്നലത്തെ നിങ്ങളൊരു സംഭവം കണ്ടെന്നേ വിചാരിക്കുന്നത്. ഇന്നലെ പാതിരാത്രിക്കൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. കാരണം മറ്റേ ഡ്രസ്സിംഗ് റൂമിലോട്ട് കയറി ഓടുന്നു കരഞ്ഞുകൊണ്ട്. പിന്നെ അതേ കണക്ക് മറ്റേ ഗബ്രി വീണ്ടും അതിന്റെ പുറകെ കയറി ഓടുന്നു. പിന്നെ എനിക്ക് പ്രേമമാണെന്ന് പറയുന്നു, എനിക്ക് പേടിയാവുന്നു എന്ന് പറയും. എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നത്. അത് എനിക്ക് മനസ്സിലായി. ഇത് സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ആ ഒരു കണ്ടസ്റ്റന്റിന് ഇപ്പം ഇതിനകത്ത് ഒരു മെജോറിറ്റി ഓഡിയൻസ് നമുക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന ജാസ്മിൻ എഗെയിൻസ്റ്റ് ആണ്. എങ്ങനെയാണ് ജാസ്മിന് പിന്നെ ഇത്രയും വോട്ട് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. എങ്ങനെയാണ് ജാസ്മിന് ഇത്രയും പിന്നെ സപ്പോർട്ട് കിട്ടുന്നത്? നിങ്ങൾ ഏത് പോൾ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, അതെല്ലാവരും ഏറ്റവും കൂടുതൽ പേര് അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ജിൻഡോ ഒക്കെയാണ്. കാര്യം പിന്നെ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ നമ്മൾ വോട്ട് നോക്കുമ്പോൾ ലീസായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കുറവ് വരുന്നത് ജാസ്മിനൊക്കെയാണ്. പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് വോട്ട് കയറുന്ന രീതിയും കാര്യങ്ങളും. എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം. നോ ബിഗ് ബോസ് ഇസ് നോട്ട് സ്ക്രിപ്റ്റ്. കൺട്രോൾഡ് ആണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ടീം കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം നടത്തിയിട്ട് ഇപ്പം പവർ റൂമിലേക്ക് കയറ്റാം ഒരാളെ വേണമെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം ഗബ്രിയും വേറെ 3 പേരും ആണ്. ഇപ്പൊ ഗബ്രി ആയിരിക്കും സ്ട്രോങ്ങസ്റ്റ്, ചാൻസ് കൂടുതൽ ഗബ്രിക്ക്. അപ്പൊ നമുക്ക് ആ ഒരു ഗെയിം ഇട്ട് കൊടുക്കാം, എന്നാ കളിച്ചോ. പിന്നെ 2 പേരും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ആ അടിക്ക് വേണ്ടിയുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കാം. ഇപ്പം രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുക്കാം. മോർണിംഗ് ടാസ്ക് അറിഞ്ഞ ഒരു അടി വരും. ബിക്കോസ് അപ്പൊ അവരെ കൊണ്ട് പറയിക്കാം. അപ്പൊ അങ്ങനെ കോണ്ടന്റ് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാം. പക്ഷെ സ്ക്രിപ്റ്റഡ് അല്ല, ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല. സിബിൻ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സിബിൻ ഇറങ്ങിയ സംഭവം ഇന്നും കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. സിബിൻ എന്തുകൊണ്ടാണ് തിരിച്ചു കയറ്റാത്ത എന്നൊരു ചോദ്യം എനിക്ക് ആസ് എ പ്രേക്ഷക ഉണ്ട്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമറായിരുന്നു സിബിൻ. ഒന്നുമല്ല, അവൻ ആദ്യം വന്നപ്പോൾ അവൻ കറക്റ്റ് ആയിട്ട് ഗെയിം ഇന്ന് നമുക്ക് കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കളിക്കാം. ഇവരെ വെച്ച് മൈൻഡ് ഗെയിം കളിച്ച് തുടങ്ങിയപ്പോഴേക്കും ബിഗ് ബോസ് അവന് 8ന്റെ പണി കൊടുത്തു. ആ 8ന്റെ പണി അവനെ ക്രാക്ക് ചെയ്തു. ഇപ്പോഴും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കാര്യം സീസൺ 6 ആയി. നിങ്ങൾക്കൊക്കെ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, അതിനകത്ത് സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാനുള്ള ബോധമില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. രഞ്ജിനി പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റായിട്ടൊരു പോയിന്റാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻ ദ സെൻസ് മീൻസ് നമുക്ക് അവർ ഓരോ ടാസ്ക് ഇട്ട് തരും. ഇപ്പൊ എക്സാമ്പിൾ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ആഴ്ച പവർ റൂമിൽ കയറി. ഗബ്രി ഈ നോമിനേഷനിൽ വന്ന 100% വെളിയിൽ പോകുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അവർക്കറിയാം ഗബ്രി എന്ന് പറയുന്ന ആള് ഈ നോമിനേഷനിൽ വന്നാൽ ശരിയാവത്തില്ല, വെളിയിൽ പോകും. വെളിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ റേറ്റിങ്ങിനെ അത് ബാധിക്കും. അപ്പൊ ഗബ്രി എന്തോ ചെയ്ത് അതിനായിട്ടുള്ള രീതിയിൽ ഒരു ഗെയിം ഇട്ട് കൊടുത്തിട്ട് ഗബ്രിയെ പവർ റൂമിലോട്ട് കയറ്റി. അപ്പോഴത്തേക്ക് നോമിനേഷൻ ഫ്രീ ആയി. അതേപോലെയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. അത് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതേ വിഡിത്തരമാണ്. അത് അങ്ങനൊരു എന്താ പറയുക, അങ്ങനൊരു ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല. I'm very upset it cracked him, but the thing is, how do I say this? അത് അവൻ കുറച്ച് വീക്കായിപ്പോയി. പക്ഷേ സിബിൻ പറഞ്ഞു, ഞാൻ സിബിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇന്നലെ കണ്ടു. സിബിൻ പറഞ്ഞു ദാറ്റ് what did he say? അവൻ വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതല്ല, ചാനൽ പറഞ്ഞിട്ട് പോയതാണ്, ഡോക്ടർ പറഞ്ഞിട്ട് പോയതാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഗെയിമിന്റെ ഒരു ക്രെഡിബിലിറ്റി അത് ബാധിക്കും അല്ലേ? അല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഷോയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കുമെന്ന് രഞ്ജിനി എടുത്ത് പറയുന്നുണ്ട്. കാര്യം അതിനകത്തെ കണ്ടസ്റ്റന്റാണ്. നിങ്ങൾ ആലോചിച്ചോണം, അതിനകത്തെ മുൻ കണ്ടസ്റ്റന്റ് ആണ്. അപ്പം ആ രഞ്ജിനി ഹരിദാസ് തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഷോയെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുവാണ് എല്ലാവരും. അപ്പം ഇത് ആൾക്കാരുടെ ഇടയിലോട്ട് ഇത് പൊക്കോണ്ടിരിക്കുന്നതോറും നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഷോയെ പറ്റി നല്ലതല്ല സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാരാറിന്റെ പോസ്റ്റിൽ തന്നെ താഴെ സെറീനയൊക്കെ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അസീറോക്കി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എനിവേ, എന്തായി കഴിഞ്ഞാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.